ഓൾറെഡി 18 years വരെ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കണ്ണട ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഇനി കണ്ണട വേണ്ടി വരില്ല എന്ന് വിചാരിച്ചു. ഈ ലാസിക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ പേടിയാണ്, നമുക്ക് എല്ലാവർക്കും പേടിയാലോ. അങ്ങനെയാണ് ഞാൻ ഇതിന് എന്താണ് അടുത്തൊരു സൊല്യൂഷൻ എന്നുള്ള നിലക്ക്, ഹായ് ഗൈസ്, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. അപ്പോൾ ഇന്നൊരു ഡിഫറെൻറ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നുള്ളത്. എനിക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് നേരത്തെയാണെന്ന്, നമുക്കിപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്താണ് ഇങ്ങനത്തെ മോഡലൊക്കെ ഒരു വീഡിയോ എടുക്കണമെന്നല്ലേ? ഒന്നുമില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ പരീക്ഷിക്കണ കുറച്ച് കാര്യങ്ങളാണ്, അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണ്, എനിക്കും പേടിയുണ്ടായിരുന്നു. നിങ്ങൾക്കും ഇപ്പോൾ അറിയണ്ടാവും, ഞാൻ കണ്ണട വെച്ചിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി 18 years വരെ ഞാൻ കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു 8th 9th കാലഘട്ടത്തിലാണ് എനിക്കിങ്ങനെ കണ്ണിനൊരു മങ്ങൽ പോലെ ഫീൽ ചെയ്തത്. അങ്ങനെ അന്നിപ്പോൾ നമുക്ക് ഷോർട്ട് സൈറ്റാ ലോങ് സൈറ്റാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ കണ്ണിന് ഇത് കുറവുണ്ട്, അപ്പോൾ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഇട്ടിരുന്നു. അങ്ങനെ ഒരു അപ് ടു ഒരു 18 years വരെയാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. പിന്നെ നമുക്ക് നോർമലി കോളേജൊക്കെ ആകുമ്പോൾ കണ്ണട ഇടാൻ ഇഷ്ടം ഉണ്ടാവില്ല. പിന്നെ അന്ന് പറഞ്ഞൊരു ഓർമ്മയിൽ ഞാൻ 18 years അല്ലേ, അപ്പോൾ ഇനി കണ്ണട ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഇനി കണ്ണട വേണ്ടി വരില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇട്ടില്ല. പിന്നെ കഴിഞ്ഞു ആഫ്റ്റർ മാരേജ് ഒരു 3 to 4 years ബാക്ക്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു 3 years ബാക്കാണ് എനിക്ക് ഒരു ജസ്റ്റ് ഒരു കണ്ണിന് നമ്മളെല്ലാവരും, അത് മേ ബി നമ്മൾ ഒന്ന് ജസ്റ്റ് ഇറിറ്റേഷൻ കാരണം നമ്മൾ ചൊറിയില്ലേ, അതുകൊണ്ടായിരിക്കും. അതല്ലാതെ എന്താണ് ഒരു റെഡ്നെസ്, ഒരു ഇങ്ങനെ ഒരു വെയിനിൽ ഒരു റെഡ്നെസ് കാണിച്ച്, അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ജസ്റ്റ് ഡോക്ടർ എൻ്റെ വിഷൻ ചെക്ക് ചെയ്തപ്പോൾ കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇല്ലേടോ തനിക്ക് വിഷൻ്റെ പ്രോബ്ലം ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇനി മുതൽ കണ്ണാട ഇടണം എന്നാണ്. അങ്ങനെ ഞാൻ കണ്ണാട ഇട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു 3-4 years ആയിട്ട് കണ്ണാട ഇടുന്നുണ്ട്. നോർമലി കൂടുതൽ, എന്നാലും എനിക്ക് പുറത്ത് പോകുമ്പോൾ കണ്ണാട ഇടാൻ വലിയ താല്പര്യമൊന്നുമില്ല. ആസ് ലൈക്ക് നിങ്ങളെല്ലാവരും പോലെ പുറത്ത് പോകാൻ വലിയ കണ്ണാട ഇടാൻ നമുക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിന് എന്താണ് അടുത്തൊരു സൊല്യൂഷൻ എന്നുള്ള നിലക്ക്, ഈ ലാസിക് ട്രീറ്റ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ പേടിയാണ്, നമുക്ക് എല്ലാവർക്കും പേടിയാലോ. എന്ത് സ്ഥലത്തും നമ്മൾ പരീക്ഷിക്കും, കണ്ണുമ്മ പരീക്ഷിക്കാൻ നമുക്ക് പേടിയാണ്. പക്ഷെ നന്നായിട്ട് കണ്ണട ഇടാൻ താല്പര്യമില്ല. പിന്നെ ഓരോ 2 year 3 year കൂടുമ്പോഴും നമുക്കിങ്ങനെ നമ്മളെ വിഷൻ്റെ പവർ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രാവശ്യം നാട്ടിൽ വന്നാൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്, പേടിയുണ്ട് എന്നാലും ചെക്ക് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ചെക്ക് ചെയ്തു, സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളും. അവർ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പോയിട്ട് എനിക്ക് ലാസിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റുന്നില്ല. ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം നമ്മൾ കണ്ണിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യും. ഒരു 2-3 മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ണ് കൊണ്ടുവെക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒക്കെ ഓക്കെ ആണെന്ന് വെച്ചാൽ അവർ ഫൈനലായിട്ട് നമുക്കൊരു സ്കാനിങ് പറയും. അവർ ഈ സ്കാനിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, നമുക്ക് ലാസിക്സിന് എലിജിബിൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോർണിയയുടെ തിക്നെസ് ഒരു 500 above ഉണ്ടെങ്കിലാണ് നമുക്ക് ലാസിക്സിന് എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ എനിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, എലിജിബിൾ ആവോ ഇല്ലേ എന്നുള്ളൊരു കാര്യം ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോർ ദ സേക്ക് ഓഫ് ഗോഡ് എനിക്ക് ഒരു 510 ബോർഡറാണ്, എന്നാലും 500 above, ചെറുതായിട്ട് 500 above ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കുന്നത് എന്താ ഇങ്ങനത്തെ ക്വാളിറ്റിയിലൊക്കെ വീഡിയോ എടുക്കണമെന്ന് അല്ലേ, ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക് പോലും ഇടാണ്ട് എന്താണ് വീഡിയോ എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒന്നുമില്ല, ഇന്നാണ് എൻ്റെ ലാസിക് സർജറി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫോളോ അപ്പിന് ആദ്യം എനിക്ക് ജസ്റ്റ് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ പോയിരുന്നു. അന്നാണ് എൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞ എലിജിബിൾ ആണെന്ന് പറഞ്ഞു. പിന്നീട് അവർ സർജറിയുടെ ഡേറ്റ് തീരുമാനിച്ചു. ഇന്ന് 19th ആണ് എൻ്റെ സർജറി വരുന്നത്. അപ്പോൾ ഈ 19th മുന്നായിട്ട് അവർ പറഞ്ഞു ഇന്ന് തന്നെ ആവാം, അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം നിങ്ങൾ വന്നിട്ട് ആ ചെയ്ത പ്രൊസീജിയേഴ്സൊക്കെ ഒന്ന്, സ്കാനിങ് പിന്നെ അവർ ചെയ്തില്ല. പിന്നെ അതല്ലാതെ കുറേ പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യും. നമ്മൾ വിഷൻ ഫൈനൽ കറക്ഷൻ എന്നാണ് പറയണത്. അതായത് നമ്മളെ വിഷൻ്റെ, അതായത് നമ്മൾ കണ്ണിക്ക് എത്രത്തോളം പവർ അടിക്കണം എന്നുള്ള ഇതുണ്ടല്ലോ, അത് അവർ നോക്കും.
പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വല്ലാണ്ട് റിസർച്ച് ചെയ്ത് പഠിക്കാനൊന്നും നിന്നിട്ടില്ല, കാരണം അങ്ങനെ കൂടുതൽ പഠിച്ചാൽ അതിന് പേടിയാവുമല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ ഡോക്ടറെ അടുത്തുനിന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ തേർഡ് ലെയർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് ലേസർ അടിച്ചിട്ട് ആ ലെയർ അവിടെ തന്നെ വെക്കണം. ഇതാണ് ഒരു 15 to 20 minutes അല്ലെങ്കിൽ ഒരു ½ an hour പ്രൊസീജിയറുള്ളൂ. പക്ഷേ കംപ്ലീറ്റ് നമുക്ക് എന്ത് വേണം, ഇതിന് 1 week റെസ്റ്റ് വേണം. 1 week or 2 weeks വേണം. എനിക്ക് എന്തായാലും ഇപ്പോൾ 1 week എടുക്കാനേ ടൈമുള്ളൂ. എന്നാലും നാട്ടിൽ വരും നമുക്ക് കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ, അതിൻ്റേതായ നമുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ അറിവിലുള്ള നോളജാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഇത് എന്തായാലും ഇതൊക്കെ ഹീലായിട്ടാവുമല്ലോ ഞാൻ വീഡിയോ ഇടുക. അപ്പോൾ ഹീലായിട്ട് വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് എന്താണ് ഈ ലാസിക്സിൻ്റെ പ്രൊസീജിയർ എന്നുള്ളത് ശരിക്കും ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഞാനിവിടെ പോണത് ഇപ്പോൾ ഇത് പ്രൊമോഷനൊന്നുമല്ല, എനിക്കറിയില്ല എന്താണ് ഇവിടെ എങ്ങനെയാണ് നല്ലതാണെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും പോകുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എഫക്റ്റീവാണ്. ഇപ്പം ഞാൻ പോകുന്നത് തൃശ്ശൂരുള്ള ഡോക്ടർ റാണി മേനോൻ്റെ ക്ലിനിക്കിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഓക്കെ ആണ്, എൻ്റെ വിഷനൊക്കെ പ്രോപ്പറാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ബാക്കി ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കണം കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ക്ലിപ്സ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ ലാസിക് സർജറി എന്താണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി റിസർച്ച് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും സർജറി കഴിഞ്ഞിട്ട് കാണാം. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കണ്ണാണ് എല്ലാവർക്കും ടെൻഷനുള്ള കാര്യമാണ്. ഓഫ് കോഴ്സ് എനിക്കും ടെൻഷനൊക്കെ ഉണ്ട്, ശരിയാവുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ബാക്കി പിന്നെ അതുപോലെ തന്നെ ഹീലിംഗ് പീരീഡൊക്കെ കാണിക്കണം എന്നൊക്കെ വിചാരിക്കേണ്ടത്. അത് എത്രത്തോളം കാണിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഒക്കെ നോക്കിയിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസിക്കിനായിട്ട് ഒരുങ്ങിയിട്ട് ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു ഒരുക്കത്തിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുമായിരുന്നു. ഈ ടൈമിലൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ടെൻഷൻസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് ഇത് കാരണം എൻ്റെ ഒരു താല്പര്യത്തിനാണല്ലോ ഇത് ചെയ്യണത്. അത് കാരണം നോർമലി ഞാൻ ഒരു ടെൻഷൻ്റെ ഒരാളാണ്, എനിക്ക് പെട്ടെന്ന് ടെൻഷൻ വരുന്ന ഒരാളാണ്. പക്ഷേ എന്താവോ എനിക്ക് അത്ര ടെൻഷനൊന്നും വന്നില്ല ഇതുവരെ. ടെൻഷൻസ് ഇല്ല. അങ്ങനെ നോർമലി ഇങ്ങനെ നമുക്ക് വല്ല ടെൻഷൻ വരുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷേ ടെൻഷനൊന്നുമില്ല. നമ്മൾ കൂളായിട്ട് നമ്മളെല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അങ്ങനെ നമ്മൾ ഹോട്ടൽ ഭാരതിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ പിക്ചേഴ്സൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോർമലി നന്നായി നമ്മൾ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക മോർണിംഗിൽ തന്നെ. കാരണം ഈ പ്രൊസീജിയർ കുറച്ച് ടൈം ഉള്ളൂന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഈ ഒരു വെയിറ്റിംഗ് കുറേ നേരമുണ്ട്. ഇപ്പോൾ നമ്മൾ 8:30 ആകുമ്പോഴത്തേനും നമ്മളോട് ഹോസ്പിറ്റലിൽ എത്താൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു 8 o'clock ആകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവിടെ പോയി അറിഞ്ഞപ്പോഴാണ് ഒരു 8:30 മീൻസ് അത് മുതൽ നമ്മൾ അകത്തോട്ട് കയറ്റും. നമ്മൾ ആ ഫസ്റ്റത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അകത്തോട്ട് കയറ്റും. പക്ഷേ നമ്മൾ കുറേ നേരം ഉള്ളിൽ വെയിറ്റ് ചെയ്തിരിക്കണം. പിന്നെ വൺസ് ഡോക്ടർ എത്ര മണിക്കാണോ വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എൻ്റെ ചെയ്യണ സമയത്ത് തന്നെ ഒരു 10 to 12 പേഷ്യൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഓരോരുത്തരുടെ പ്രൊസീജിയർ ഒരു 15 minutes മാക്സിമം വരണുള്ളൂ. പക്ഷേ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ടത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്, ഒരു മാസത്തേക്ക് നമ്മൾ കണ്ണിൽ കൈകൊണ്ട് തിരുമ്മാൻ പാടില്ല. ഒരു മാസത്തേക്ക് എന്നല്ല, കുറച്ചധികം ടൈം നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു മാസത്തേക്ക് കണ്ണുകളിലേക്ക് വെള്ളം നേരിട്ട് ഒഴിക്കാനോ 4 ദിവസം വരെ തല കുളിക്കാനോ പാടില്ല. പിന്നെ അതുപോലെ ഒരു മാസത്തേക്ക് നമ്മൾ നീന്തുകയോ ഭാരമുള്ള പ്രവർത്തികൾ ചെയ്യാനോ പാടില്ല. അതുപോലെ ഒരാഴ്ച കൂളിംഗ് ഗ്ലാസ്, ഒരു ഗ്ലാസ് ഉണ്ട്, അത് ഉപയോഗിക്കുന്നത് മാൻഡേറ്ററി ആണ്. രാത്രി വെക്കാൻ അവരൊരു iPad തരും. പക്ഷെ എനിക്കത് വെക്കാൻ പറ്റിയിരുന്നില്ല. ആയിട്ട് ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞാൻ സ്പെക്സ് തന്നെ മീൻസ് ആ ബ്ലാക്ക് സ്പെക്സ് തന്നെ വെച്ചിട്ടാണ് കിടന്നിരുന്നത്. നമ്മൾ മാക്സിമം നേരെ തന്നെ കിടക്കാൻ നോക്കണം, ചെരിഞ്ഞ് കിടക്കാൻ പാടില്ല. 2 ദിവസത്തേക്ക് നിർബന്ധമായിട്ട് വിശ്രമം വേണം. ഒരാഴ്ചത്തേക്ക് എന്തായാലും വേണം, 2 ദിവസത്തേക്ക് നിർബന്ധമായിട്ട് വേണം. ഭക്ഷണങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് ക്രമീകരണങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ ഒരാഴ്ച കമിഴ്ന്ന് കിടക്കാൻ പാടില്ല.
പിന്നെ ലാസിക് ചെയ്തതിന് പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞാലും അതുപോലെ 4 ആഴ്ച കഴിഞ്ഞാലും പരിശോധനയ്ക്ക് നമ്മൾ പോകണം. പിന്നെ അതുപോലെ ലാസിക് കഴിഞ്ഞിട്ട് 24 മണിക്കൂറിനുള്ളിൽ നമ്മളെ കാഴ്ചയുടെ 70% തന്നെ തിരിച്ചു കിട്ടും. 90% കാഴ്ച ഒരാഴ്ചക്കുള്ളിലാണ് കിട്ടുക. അപ്പം അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് തിയേറ്ററിലേക്ക് കടന്നു. ബേസിക്കായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞ് ചെയ്ത ടെസ്റ്റുകളൊക്കെ വീണ്ടും ചെയ്യും. കാരണം നമുക്ക് എത്രത്തോളമാണോ ഈ ലാസിക്സിൻ്റെ പവർ അടിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് നോക്കുക. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നെ എൻ്റർ ചെയ്ത് നമ്മൾ ഇതേപോലെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. നമ്മളെ ഡ്രസ്സ് ധരിക്കാൻ ഈ ടൈമിലും ആയാലും എനിക്ക് മുഖത്ത് വലിയ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടെൻഷൻ വരുന്ന ഒരു സമയമുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ ഈ പ്രൊസീജിയറിനായിട്ട് പോയ സമയത്ത് ആ കിടക്കണ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടെൻഷൻ എന്ന് വെച്ചാൽ നല്ല ടെൻഷൻ. കാരണം നമ്മൾ കണ്ണ് അവർ കെട്ടിവെക്കും. അവരെ കെട്ടിവെച്ചിട്ട് ആണ് അവരതൊക്കെ നോക്കുക. അപ്പോൾ അത് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. ഇതിപ്പോൾ സർജറി കഴിഞ്ഞ പിറ്റേ ദിവസമാണ് ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എന്താണ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മളൊരു ഫ്ലാപ്പ് ആദ്യം മാറ്റും. അതിലേക്ക് അവർ ഓൾറെഡി കറക്റ്റ് ചെയ്ത് വെച്ച ലാസിക്സിൻ്റെ അത് നമ്മൾ കണ്ണിലടിച്ച് തിരിച്ച് ആ ഫ്ലാപ്പ് ഫിറ്റ് ചെയ്യും. ഇത്രയാണ് മെയിൻ പ്രൊസീജിയറായിട്ട് വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലും പറയാനുണ്ട്. ഹായ് ഓൾ, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ എനിക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനുള്ള നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്ലിപ്സ് കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ. അതായത് ഇപ്പോൾ സർജറിക്ക് പോകുന്ന ടൈമിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഫോളോ അപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇന്നലെ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓൾറെഡി സർജറിയുടെ തലേ ദിവസം ഡ്രോപ്സ് തരും അവർ. ഒരു 4 നേരം നമുക്ക് ഡ്രോപ്സ് ഇട്ടിക്കാണ്ട്, പിന്നെ അതേപോലെ വൈപ്സ് വെച്ചിട്ട് നമ്മൾ ഐയുടെ എല്ലാ ഭാഗം ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇതിൻ്റെ റെസ്റ്റ് എത്ര ഡേയ്സ് എന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെ കഴിഞ്ഞു. ഇന്നലെ നമ്മൾ അവർ കുറച്ച് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രൊസീജിയർ 15 to 20 മിനിറ്റ്സേ ഉള്ളൂ. പക്ഷേ വെയിറ്റിംഗ് കുറേ നേരമുണ്ട്. ആ പ്രൊസീജിയറിൽ ഇതേപോലെ ഞാൻ പ്രൊസീജിയറിന് കയറുന്ന വരെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കയറി കിടന്നിട്ടും ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് കുറച്ച് ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ കണ്ണവർ ഇങ്ങനെ കെട്ടിവെക്കുന്ന പോലെ ഒരു സാധനം എടുത്തിട്ട് അവർ മുകളിലാക്കി വെക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ഫുള്ളായിട്ട് നടക്കണമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ മുകളിൽ നിന്ന് ഇങ്ങനെ പാട പോലെ ഒരു ഫ്ലാപ്പ് അവർ എടുത്തു. അതെങ്ങനെയാണ് ഫസ്റ്റ് എടുത്തതെന്ന് നമ്മൾ കാണുന്നില്ല. എടുത്തു. പക്ഷെ എല്ലാ പ്രോസസ്സും നമ്മൾ അറിയും കേട്ടോ. എടുത്തു കഴിഞ്ഞിട്ട് അവർ ലാസിക്സ് നമ്മൾ പവർ മേ ബി അതിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു മെഷീനിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായി. എന്നിട്ട് നമ്മൾ കണ്ണിൽ ലേസർ അടിക്കും. ലേസർ അടിച്ചിട്ട് വീണ്ടും ആ ഫ്ലാപ്പ് വെക്കും. അങ്ങനെ 2 കണ്ണിനും ചെയ്തു. ഇതാണ് പ്രൊസീജിയർ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. റെസ്റ്റിംഗ് ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതുപോലെ 7 ദിവസം അല്ലെങ്കിൽ 1 മന്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ നമ്മൾ സെക്കൻഡ് ഡേക്കുള്ള ഫോളോ അപ്പിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ലാസിക് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ അതുപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്തിരുന്നു. ഞാൻ റെസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഐ ഡ്രോപ്സിൻ്റെ കാര്യങ്ങൾ കുറച്ചുള്ളത് എന്തായിരുന്നു, ഫസ്റ്റ് ലാസിക് ചെയ്ത ഡേറ്റിന് ഒരു ഐ ഡ്രോപ്സ് തരും. അത് 1 അവർ കൂടുമ്പോൾ നമ്മൾ ഇറ്റിച്ചുകൊണ്ടിരിക്കണം. നമുക്കൊരു റെഡിച്ച അങ്ങനെ ഉണ്ടാവില്ല, ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും ആ ഒരു ദിവസം. നമുക്ക് കണ്ണ് തുറക്കാനോ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഈ 1 അവറിൽ ഈ മരുന്ന് ഇറ്റിച്ചിട്ട് വേണം നമുക്കത് ആ ഡ്രോപ്സ് കറക്റ്റായി ഡ്രോപ്സ് നമ്മളത് ശരിക്കും ഉപയോഗിക്കണം. അതുപോലെ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടോട്ടലി എനിക്ക് തോന്നുന്നു ഒരു 4 or 3 ഐ ഡ്രോപ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 month 2 month ഒക്കെ ആവാനായി. ഇപ്പോഴും ഞാൻ ഡ്രോപ്സ് ഇറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ഡ്രോപ്സ് മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഇനിയും പിന്നെ 1 month കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ടേ ഉള്ളൂ. പിന്നെ ഒരു ടാബ്ലറ്റ്
ടാബ്ലറ്റാണ്. അത് നമ്മളൊരു വൈറ്റമിൻ ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ലാസിക് പ്രൊസീജിയർ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. എല്ലാം പറയുമ്പോൾ റിയാലിറ്റി പറയണമല്ലോ. അതായത് എൻ്റെ ലാസിക് സർജറി കഴിഞ്ഞു. നമ്മളത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നോർമലി സാധാരണ എന്തെങ്കിലും ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വിടല്ല, അങ്ങനെയല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ ഓൾറെഡി ചെക്കിങ്ങിനായിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ താഴെ കൊണ്ടുവരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റിൽ എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ പ്രൊസീജിയറിന് കിടന്നപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവർ കണ്ണ് കെട്ടിവെക്കും, നമുക്ക് കണ്ണടക്കാൻ ആ ഒരു ടെൻഷൻ, കണ്ണടക്കണം എന്ന് നമുക്ക് തോന്നും. അടച്ചാൽ ഇത് പ്രശ്നമാവുമോ എന്നുള്ളൊരു പേടിയും. പക്ഷേ നമ്മൾ അടച്ചാൽ അടയില്ല കണ്ണ്, കാരണം അവരെന്താ കണ്ണ് ഓൾറെഡി ഇതാണ്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത ഒരു ഫ്ലാപ്പ് എടുത്ത് മാറ്റി ലേസർ അടിച്ചു. ആ ഫ്ലാപ്പ് മീൻസ് അവർ ജസ്റ്റ് ക്ലീൻ ചെയ്തു ആ ഫ്ലാപ്പ്. അതേപോലെ ജസ്റ്റ് ഒരു പശ വെച്ച് ഒട്ടിക്കണ പോലെ തോന്നുക, അതേപോലെ അവർ ഒട്ടിക്കും. ഇതാണ് ഒരു പ്രൊസീജിയർ. അത് കഴിഞ്ഞ് താഴെ വന്നിട്ട് എല്ലാവർക്കും ചെക്ക് ചെയ്യണ പോലെ എന്നോടും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് അവരോട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. എൻ്റെ ചെക്ക് ചെയ്ത സമയത്തുണ്ട് എന്നോട് പറഞ്ഞു ഒന്നും കൂടി കണ്ണ് വാഷ് ചെയ്തിട്ട് വരണം, ചെറിയൊരു കരട് ഒരു ലെഫ്റ്റ് ഐയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷനായി, കാരണം എല്ലാവരും പോയി, എന്നെ മാത്രം വീണ്ടും ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു ടെൻഷനായി. അത് പോയി പിന്നെ അവർ എന്നെ രണ്ടാമത് കിടത്തി. സത്യം പറഞ്ഞാൽ ശരിക്കും രണ്ടാമത് ഒരു പ്രൊസീജിയർ ചെയ്യുന്ന പോലെ തന്നെ ലാസിക്സ് പിന്നെ അടിച്ചില്ല. പക്ഷെ എന്താണ്, അവർ വാഷ് ചെയ്തു, ആ കരട് എടുത്ത് മാറ്റി വീണ്ടും, കാരണം ഫ്ലാപ്പ് വെച്ചു. ഈ ഫ്ലാപ്പ് നമുക്ക് അത് ജോയിൻ ആവാൻ ഒരു 1.5 to 2 hour എടുക്കും. അതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു, കാരണം അപ്പം തന്നെ ചെക്ക് ചെയ്ത കാരണം പിന്നെ ആ ഫ്ലാപ്പ് ഓൾറെഡി അതിൽ നോർമലി ശരിയാവണതാണ്, അതല്ലാതെ വേറെ സ്റ്റിച്ച് ഇട്ടിട്ടൊന്നല്ല നമ്മൾ ആ ഫ്ലാപ്പ് ശരിയാവുക. അപ്പോൾ പെട്ടെന്ന് അവരെടുത്തു, വീണ്ടും അവർ അത് സെറ്റ് ചെയ്തു വെച്ചു. പിന്നീട് അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എൻ്റെ മാത്രം ഇങ്ങനെ ആയല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോൾ എനിക്കാണ് ഒരു ഫ്രസ്ട്രേഷനിൽ കുറവുള്ള, ബാക്കി എല്ലാവർക്കും കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. എനിക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനൊക്കെ ശരിയായിരുന്നു. പിറ്റേ ദിവസം തന്നെ ഒരു വേറെ ഡോക്ടറാണ് നോക്കിയത്. ആ ഡോക്ടർ നോക്കിയപ്പോൾ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതുവരെ ഓക്കെയാണ്. എനിക്കിനിപ്പോൾ ഗ്ലാസ് വേണ്ട. പക്ഷേ ഞാനൊരു സിസ്റ്റമൊക്കെ കൂടുതൽ യൂസ് ചെയ്യണ കാരണം ജസ്റ്റ് ഒരു സ്പെക്സ് മീൻസ് സിസ്റ്റം യൂസ് ചെയ്യണ സമയത്ത് മാത്രം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിർബന്ധമൊന്നുമില്ല, എൻ്റെ ഒരു സേഫ്റ്റിക്ക്, കാരണം നമ്മൾ അടിച്ച പവർ നിന്നോട്ടെ എന്നുള്ള സേഫ്റ്റിക്ക്. പിന്നെ നമ്മൾ ആ ഫസ്റ്റ് 7 days ആ ഹീലിംഗ് പീരീഡ് ഷുവറായിട്ടും നിങ്ങൾ ഫോണോ ലൈറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാനോ പൊടികളോ ഒന്നും തട്ടാനോ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ലാസിക് ജേണി. അപ്പോൾ എനിക്ക് ഈ ജേണി ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്.